മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 54. നീ എന്താ ഈ നേരത്തിവിടെ? ആ സമയത്ത് ചുമ്മുവിനെ സ്വിമ്മിംഗ് പൂളിൽ കണ്ടതും മാധവന് ചെറുതായി ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. സമയം പാതിരാത്രി 1:30 മണി. മഞ്ഞു പൊഴിയുന്ന ഈ സമയത്ത് ഒറ്റയ്ക്ക് നീന്തി കളിക്കാൻ പോയവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നല്ലോ എന്നൊരാദിയായിരുന്നു അവൻ്റെ ദേഷ്യത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം. ഈ നേരത്ത് ഇവിടെ വരാൻ പറ്റത്തില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ? ശരീരം പുറത്തെ തണുപ്പിൽ കിടുകിട വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അങ്ങനെയാണ് മറുപടി കൊടുത്തത്. നിനക്കെന്താടി ബോധമില്ലേ? ഈ പാതിരാത്രി ഇത്രയും തണുപ്പുള്ള സമയത്ത് പൂളിൽ കിടന്ന് നീന്താൻ നിനക്ക് ഭ്രാന്താണോ? ആരെങ്കിലും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിലോ? ഒന്നാമതെ കാലം കെട്ട കാലാണ്. നനഞ്ഞൊട്ടിക്കിടക്കുന്ന ടീഷർട്ടും ടൈറ്റ് ജീൻസും അവളുടെ ഉടലടങ്ങിനെ എടുത്ത് കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും ദേഹത്ത് കിടക്കുന്ന കാർഡിഗൻ ഊരിയെടുത്തുകൊണ്ട് അവൾക്കരികിലേക്കായി നടന്നു എന്നവൻ. എനിക്ക് വേണ്ട നിങ്ങളുടേത്. പല്ല് രണ്ടും കൂട്ടിമുട്ടുന്ന ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും തറുതല പറയാൻ മാത്രം പെണ്ണ് മറന്നില്ല. മര്യാദയ്ക്കിടടി, അവിടെ ഒരു കോപ്പിലെ ഷോ. ഈ മഞ്ഞത്ത് ഐസ് പോലെയുള്ള വെള്ളത്തിൽ കിടന്ന് നീന്താൻ നിനക്ക് ഇച്ചിരി പ്രാന്തൊന്നുമല്ല ഉള്ളേ. വല്ല പനിയും പിടിപ്പിച്ചു വെച്ചാൽ നിനക്കിട്ട് ഞാൻ അപ്പം തരാം. വിറച്ച് കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നവളെ ഇത്തിരി ബലമായി തന്നെ അവൻ സ്വെറ്റർ ഇടിപ്പിച്ചു കൊടുത്തു. എനിക്ക് പനിയൊന്നും പിടിക്കത്തില്ല. അവനോടുള്ള ദേഷ്യത്തിൽ പെണ്ണ് കണ്ണുകൾ കൂർപ്പിച്ചെങ്കിലും ആലില പോലെ ചുമ്മുവിൻ്റെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. മിണ്ടാതെ നടക്കടി. തുള്ളൽ പനി പിടിച്ചതുപോലെയാണ് നിന്ന് വിറച്ചു തുള്ളുന്നത്. എന്നിട്ട് അവിടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പെണ്ണിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ബലമായി മുന്നോട്ടേക്ക് നടത്തിയവൻ. വിട്ടേ നിങ്ങൾ. കണ്ണൻ്റെ കയ്യിൽ കിടന്ന് അവൾ കുതറുവാനായി ശ്രമിച്ചുവെങ്കിലും അവൻ്റെ കൈക്കരുത്തിന് മുൻപിൽ അവൾക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമേൽ ആ തണുപ്പ് അവളുടെ ശരീരത്തെ അപ്പാടെ തളർത്തിയിരുന്നു. അനുവേട്ടൻ്റെയും കാർത്തുവിൻ്റെയും പെർഫോമൻസ് കണ്ട് അന്തം വിട്ട് ഒരാവേശത്തിന് പോയിരുന്നതാണ് അവിടെ. മഞ്ഞു പൊഴിയുന്നത് കണ്ടിട്ടും അതൊന്നും അപ്പോൾ ചിന്തിച്ചില്ല. ഉള്ളിലവരുടെ കിസ്സിങ് സീൻ മാത്രമായിരുന്നു റിവൈൻഡ് അടിച്ച് കറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ മനസ്സൊന്ന് പതറിയപ്പോൾ കാല് തന്നെ വീണത് തണുത്ത ഐസ് പോലെ കിടക്കുന്ന പൂളിലെ വെള്ളത്തിലും. ആകെപ്പാടെ കുളവായി. ഇതൊക്കെ ഈ വന്ന് നിന്ന് അലറുന്നവനോട് പറയാൻ പറ്റുമോ? അല്ലേ തന്നെ ഇങ്ങേരിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരുമെന്ന് ആരറിഞ്ഞു? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാധവിൽ നിന്നുമുള്ള ഇതേപോലെയുള്ള പ്രവൃത്തി അനുഭവം ഉള്ളത് ഓർമ്മ വന്നതും അവൾ അവനെ തുറച്ചു നോക്കിപ്പോയി. ഓരോന്നിനെയും കൊണ്ടൊക്കെ വന്ന് എന്നെ പറഞ്ഞാൽ മതി. പൂൾ സൈഡിൽ നിന്നും ഇറങ്ങി കോറിഡോറിൽ കൂടി നടക്കുമ്പോൾ മാധവ് പിറുപിറുക്കുന്നതും ചുമ്മാ നല്ല വൃത്തിയായിട്ട് കേട്ടിരുന്നു. എങ്കിലും നിലവിലുള്ള ശാരീരികാവസ്ഥ അവളെ വളരെ പരിതാപമായതുകൊണ്ട് മാത്രം അവൾ മനഃപൂർവ്വം മൗനം പാലിച്ചു. എങ്ങനെയെങ്കിലും റൂമിൽ ചെന്ന് ഡ്രസ്സൊന്ന് മാറ്റി കിടന്നാൽ മതിയെന്നായി പെണ്ണിന്. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ നീ. അവളെയും കൊണ്ട് റൂമിൽ കയറിയ ഉടൻ തന്നെ ചെക്കൻ കലിപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ആദ്യം തന്നെ മാധവിൻ്റെ നനഞ്ഞ കാർഡിഗൻ ഊരി അടുത്ത് കിടന്ന കസേരയിലേക്ക് അഴിച്ചിട്ടവൾ പിന്നീട് ഇട്ട് മാറുവാനുള്ള തുണി എടുത്തുകൊണ്ട് നേരെ വാഷ്റൂമിനുള്ളിലേക്ക് കയറിപ്പോയി. ഹീറ്റർ ഓൺ ചെയ്ത് ചൂടുവെള്ളത്തിൽ ദേഹം ഒന്നും കൂടി കഴുകിയവൾ ധൃതിയിൽ ബന്ധപ്പെട്ട് തുണിയും മാറി റൂമിലേക്ക് എത്തിയവൾ കാണുന്നത് ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന കണ്ണനെയായിരുന്നു. നനഞ്ഞ തോർത്ത് കസേരയിൽ വിളിച്ചിടുമ്പോഴും അവളെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓടിച്ചെന്ന് കട്ടിലിലേക്ക് വലിഞ്ഞു കയറി കംഫർട്ട് എടുത്ത് മൂടി പുതച്ചിരുന്നു പെണ്ണ്. ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ നിനക്ക്. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു വന്ന കണ്ണൻ ഒരു ഉണങ്ങിയ ടവൽ എടുത്തുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നിരുന്നു. എന്നിട്ട് തല മൂടി വച്ചിരിക്കുന്ന കംഫർട്ട് ഇത്തിരി താഴേക്ക് വലിച്ചു മാറ്റി. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അരിശം കൊണ്ട് ഒച്ച ഉയർത്തിയെങ്കിലും ഒടുവിൽ അതൊരു തുമ്മലിലാണ് അവൾ നിർത്തിയത്. പിന്നീട് അതൊരു തുടർച്ചയായ തുമ്മലുകൾക്ക് വഴി മാറി. അവളുടെ കണ്ണും മൂക്കും ചുവന്നു കയറി. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം ഒഴുകി വരാൻ തുടങ്ങി. ഇപ്പോൾ തീർന്നല്ലോ നിന്റെ സൂക്കേട്. അവൾക്ക് പിന്നിലായിരുന്നു കൊണ്ട് ഇടത്തെ കൈകൊണ്ട് ചുമ്മുവിനെ ബലമായി തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചിരുത്തിയവൻ. എന്നിട്ട് തല നന്നായി തോർത്തിക്കൊടുത്തു. തുമ്മി തുമ്മി തളർന്നു പോയവൾ അവനോടൊരു വാഗ്വാനത്തിനായി പിന്നീട് പോയില്ല. അത്രമേൽ അവൾക്ക് തണുപ്പ് പിടിച്ചതുകൊണ്ട് കുളിര് കോരുന്നുണ്ടായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തൻ്റെ കൈക്കുള്ളിലിരിക്കുന്നവളുടെ അവസ്ഥ അവനും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തിരിയെങ്കിലും ആവതുണ്ടായിരുന്നെങ്കിൽ മേലേടത്തെ വേദനാരായണി അവളുടെ കളരിപ്പയറ്റും കരാട്ടയും എൻ്റെ നേർക്ക് പ്രയോഗിച്ചേനെ എന്നവൻ മനസ്സിൽ ചിന്തിച്ചു.
പൊടുന്നനെയാണ് ആരോ കോളിംഗ് ബെല്ലടിച്ചത്. കിടക്കരുത്, 1 മിനിറ്റ്. പെണ്ണിനെ നോക്കി ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കിയിട്ട് അവൻ എഴുന്നേറ്റ് വേഗത്തിൽ ഡോർ തുറക്കുവാനായി പോയി. കാർത്തികയായിരിക്കും പുറത്തു വന്ന് നിന്ന് കോൾ ബെല്ലിങ് അടിക്കുന്നതെന്ന് വിചാരിച്ചവൾക്ക് അകത്തേക്ക് വന്നു കയറിയ റിസോർട്ട് റൂം ബോയെ കണ്ടപ്പോൾ നെറ്റി ചുളിഞ്ഞു. ഇയാൾ എന്തിനാ ഇപ്പോഴിങ്ങോട്ടേക്ക് വന്നേ? മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം വന്നുവെങ്കിലും വന്നയാളുടെ കയ്യിലിരുന്ന ടീ ട്രേ ചുമ്മുവിൻ്റെ മനസ്സിലെ സംശയങ്ങളെ ദൂരീകരിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. സാർ, വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി. കയ്യിലിരിക്കുന്ന ട്രേ ബെഡിനരികിൽ കിടന്ന ടീപ്പോയിലേക്ക് വെച്ചതിന് ശേഷം റൂം ബോയ് മാധവിൻ്റെ മുൻപിൽ ചെന്ന് ഭവ്യതയോടെ നിന്നു. താങ്ക് യു. കണ്ണൻ അയാളോട് നന്ദി പറഞ്ഞു. റൂം ബോയ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും അവൻ പൊടുന്നനെ ഡോർ ലോക്ക് ചെയ്തു. മര്യാദയ്ക്ക് കുടിച്ചോണം, ചുക്ക് കാപ്പിയാ. ടീപ്പോയിലിരുന്ന കോഫി മഗ്ഗിൻ്റെ മൂടി തുറന്ന് ചുമ്മുവിൻ്റെ കയ്യിലേക്കായി വെച്ചു കൊടുത്തുകൊണ്ട് ചെക്കൻ കണ്ണുരുട്ടിയതും പെണ്ണൊന്ന് മുഖം കാട്ടി. എങ്കിലും ഇങ്ങേരിതൊക്കെ എപ്പോൾ വിളിച്ചു പറഞ്ഞ് സംഘടിപ്പിച്ചു എന്ന ചിന്തയിലായിരുന്നവൾ. മെല്ലെ അത് ഊതി കുടിക്കുവാനായി തുടങ്ങിയതും കണ്ണൻ വീണ്ടും അവൾക്കരികിലേക്കായി ചെന്നിരുന്നു, ഫോണിൽ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ട്. എങ്കിലും ചെക്കൻ്റെ നോട്ടം ഇടതടവില്ലാതെ തുമ്മലിനിടയിലും ചുക്ക് കാപ്പി വളരെ ബന്ധപ്പെട്ട് കുടിക്കുന്നവളുടെ നേർക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു. ചുക്ക് കാപ്പി ചുമ്മു കുടിച്ചു കഴിഞ്ഞതിന് ശേഷമായിരുന്നു പിന്നീട് അവൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റത്. ഇനി കിടന്നോ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. കണ്ണും മൂക്കും മുഖവും ചുവന്നു വിങ്ങിയിരിക്കുന്നവളോട് ഉറങ്ങുവാനായി നിർദ്ദേശിച്ചിട്ട് മുറിയിലെ വെട്ട അണച്ചവൻ. ശേഷം ഡിം ലൈറ്റ് ഇട്ടു. അമ്മേ. ചുമ്മു മെല്ലെ കട്ടിലേക്ക് മലർന്നു കിടന്നു. പിന്നീട് കംഫർട്ടിനുള്ളിൽ മുഖം പൂഴ്ത്തി കണ്ണുകൾ അടച്ചു. അവൾക്ക് തലവല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ കൈവിരലുകൾ പല പ്രാവശ്യം നെറ്റിക്കിരുവശം അമർന്നുപോയി. ആരെങ്കിലും തലയൊന്ന് മസാജ് ചെയ്ത് തന്നിരുന്നെങ്കിൽ എന്ന് അവൾ അപ്പോൾ ആഗ്രഹിച്ചുവെങ്കിലും അപ്പുറത്തിരിക്കുന്നവനോട് പറയാനുള്ള മടി കാരണം അവൾ നിശബ്ദയായി ഉറങ്ങുവാൻ ശ്രമിച്ചു. തലവേദനിക്കുന്നുണ്ടോ നിനക്ക്? ബെഡിന് മറുവശം ഒരു ഭാരം നിറഞ്ഞെന്ന് തോന്നിയപ്പോഴാണ് ചുമ്മു പിന്നീട് കണ്ണുകൾ തുറന്നു നോക്കിയത്. അപ്പോൾ കണ്ടു ഇടത്തെ കൈമുട്ട് ബെഡിൽ കുത്തി താങ്ങി തനിക്ക് നേരെ ഇടതുവശം തിരിഞ്ഞ് അരികിലായി കിടക്കുന്ന കണ്ണനെ. നിങ്ങൾ എന്താ ഇവിടെ? തുമ്മലിനിടയിൽ പെണ്ണിൻ്റെ ചോദ്യം ചിതറിപ്പോയി. മിണ്ടാതെ കിടക്കടി. ചെവിയോര അവൻ്റെ മുഴക്കമുള്ള ശബ്ദം പതിഞ്ഞിട്ടും ഒന്ന് എഴുന്നേൽക്കാനാവാനോ കണ്ണനെ തള്ളി മാറ്റാനോ ഉള്ള ആവത് ചുമ്മുവിനപ്പോൾ ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു. എങ്കിലും അരികിൽ കിടന്നവൻ അവളിൽ നീരസമുണ്ടാക്കി. പൊടുന്നനെ നെറ്റിയിൽ കണ്ണൻ്റെ വിരലുകളുടെ സ്പർശം അവൾ അറിഞ്ഞു. കൂടെ വിക്സിൻ്റെ മണവും. ചുമ്മുവിനപ്പോൾ വല്ലാത്തൊരു സുഖം അനുഭവപ്പെട്ടു. അത്രയും നേരമുണ്ടായിരുന്ന തലവേദനയ്ക്ക് ചെറിയൊരാശ്വാസം പോലെ. അതുകൊണ്ട് തന്നെ കണ്ണന് വിധേയയായി തന്നെ ചുമ്മു കിടന്നുകൊടുത്തു. അവൻ്റെ വിരലുകളുടെ മാന്ത്രിക സ്പർശത്തിൽ പെണ്ണിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുവാൻ തുടങ്ങിയിരുന്നു. മെല്ലെ അത് ഉറക്കത്തിലേക്ക് വഴിമാറി. എന്തിനാടി ആ തണുത്ത വെള്ളത്തിൽ പോയി ചാടിയേ? ഇപ്പോൾ കണ്ടില്ലേ ജലദോഷം പിടിച്ചത്? അല്ലെങ്കിൽ തന്നെ എന്തേലും അടുത്തൂടെ പോയാൽ മതി അവൾക്ക് അസുഖം പിടിക്കാൻ. ഉറങ്ങിക്കിടന്ന പെണ്ണിൻ്റെ നെറ്റിയിൽ കൂടി വിരലുകൾ ഓടിക്കുമ്പോൾ ചെക്കൻ്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഫോൺ വന്ന കാര്യമായി. അല്ലായിരുന്ന നിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു കുഞ്ഞേ? അവളുടെ ചുവന്നു വീങ്ങിയ മുഖത്തൊന്ന് തലോടിക്കൊണ്ട് കണ്ണൻ ആർദ്രമായി മെല്ലെ ചോദിച്ചു. അവളുടെ ആ കുഞ്ഞു മുഖം കണ്ടപ്പോൾ ഒന്ന് ഓമനിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു കണ്ണന്. ആ മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടുവാൻ അവനിലെ കാമുകന് കൊതിയായിട്ട് വയ്യായിരുന്നു. എന്നാടി എൻ്റെ ഇഷ്ടം നീ ഒന്ന് അറിയുന്നേ? കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അവൻ ആ പെണ്ണിൻ്റെ കണ്ണുകൾക്ക് മുകളിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു. അല്ല, ആരോടാ ഞാൻ ഈ പറയുന്നേ? കല്യാണം കഴിച്ച ഉടൻ തന്നെ ഡെവോഴ്സ് വാങ്ങാൻ പോണ മുതലിനെ പ്രേമിച്ച് എന്നെ വേണ്ട ചെരുപ്പൂരി അടിക്കാൻ. ചുമ്മുവിൻ്റെ നെറുകയിൽ മെല്ലെ വളരെ പതിയെ ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവനിൽ പ്രണയത്തെക്കാളൊക്കെ ഉപരി വാത്സല്യമായിരുന്നു നിറഞ്ഞു നിന്നത്. അവൻ ആ പെണ്ണിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അരികിലായി തന്നെ കിടന്നു. എങ്കിലും കണ്ണനെ തേടി ഉറക്കമെത്തിയില്ല. കണ്ണേട്ട എന്നൊരു വിളി കേൾക്കാൻ വേണ്ടി എത്ര ജന്മം വേണമെങ്കിലും കാത്തിരിക്കാടി. എന്നോടുള്ള നിൻ്റെ ഈ വെറുപ്പ് കാണുമ്പോഴാ. പിറുപിറുത്താണെങ്കിലും കണ്ണൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു ഇടർച്ച ഉണ്ടായിരുന്നു.
ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവളിൽ നിന്നും തിരിഞ്ഞു കിടക്കുമ്പോഴാണ് കട്ടിലിൽ കിടന്ന മാധവിൻ്റെ ഫോൺ അടിക്കാൻ തുടങ്ങിയത്. ശബ്ദം കേട്ട് ചുമ്മാ എഴുന്നേൽക്കുമോ എന്ന് ഭയന്ന് അവൻ പെട്ടെന്ന് ഫോൺ കയ്യിലേക്കെടുത്ത് സൈലൻറ്റിലാക്കി. പിന്നീടാണ് ആരുടെ കോളാണ് വരുന്നതെന്ന് കണ്ണൻ ശ്രദ്ധിച്ചത് തന്നെ. അനിരുദ്ധ് കോളിംഗ് എന്ന് കണ്ടതും ചെക്കൻ നൊടിയിടയിൽ അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് കാതിരികിൽ ചേർത്ത് പിടിച്ചു. എന്താടാ? മാധവ് പൊടുന്നനെ ചോദ്യം ഉയർത്തി. കണ്ണാ, അത് പിന്നെ ഞങ്ങളൊന്ന് ഡ്രൈവ് പോവാം, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. അനിരുദ്ധിൻ്റെ സംസാരത്തിൽ ചമ്മൽ നിറഞ്ഞിരുന്നു. പോകുന്നതൊക്കെ കൊള്ളാം, നാളെ വെളുപ്പിനെ അമ്പലത്തിൽ പോകാനുള്ളത് എന്ന കാര്യം നീ മറക്കരുത്. ചിരി അമർത്തി പിടിച്ചുകൊണ്ട് പൊതുവെയുള്ള ഗൗരവത്തോടു കൂടിയാണ് അവൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇല്ല കണ്ണ, അതിനുള്ളിൽ വന്നേക്കാം, പ്രോമിസ്. മറുവശത്ത് നിന്ന് അനിരുദ്ധിൻ്റെ ഉറപ്പ് കിട്ടിയതും കണ്ണനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു. ഫോണെടുത്ത് ബെഡിനരികിലുള്ള ടീപ്പോയിലേക്ക് ഇട്ടിട്ട് അവൻ വീണ്ടും ചുമ്മുവിനോട് ചേർന്ന് കിടന്നു. ഓരോരുത്തരന്മാരുടെയൊക്കെ ഓരോ ഭാഗ്യങ്ങളെ, നിനക്കിതൊക്കെ ഒന്ന് കണ്ടുപഠിക്കരുതോ എൻ്റെ വേദൂട്ടിയെ? എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ മാത്രമേ വിധിയുള്ളൂ. നെടുവൂർപ്പോടെ പറഞ്ഞിട്ട് അവളെ ദേഹത്തേക്ക് ചേർത്ത് കിടത്തി പൊതിഞ്ഞു പിടിച്ചവൻ. റിസ്ക് ആണ്, എന്നാലും വേണ്ടില്ല. രാവിലെ എണീക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ചുമ്മുവിൻ്റെ നെറുകയിൽ മുത്തിയിട്ട് കണ്ണുകൾ അടച്ച് കിടക്കുമ്പോൾ രാവിലെ പെണ്ണ് ആദ്യം ഉണർന്നാൽ ഉണ്ടാവുന്ന ഭൂകമ്പത്തെക്കുറിച്ച് ഓർത്തുള്ള ചെറിയൊരു പേടി അവനുണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.